ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന് അറിയായിരുന്നു അവൻ മരിച്ചു പോകുന്നു. പക്ഷേ ആ വിവരം നിങ്ങൾ ആരെ അറിയിക്കാനും പറ്റില്ല. അതുണ്ടാവാൻ പാടില്ല. ഞാനില്ലെങ്കിലും എന്റെ മക്കൾ നല്ല രീതിയിൽ വളരണം. അതിന് ശാലിനി ഭൂമിയില് എന്റെ മക്കളോടൊപ്പം ജീവിച്ചേ പറ്റൂ. എടാ, ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ അന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങാൻ ഞാൻ ഡോക്ടർ സതീഷിനെ പോയി കണ്ടിരുന്നു. സഹായിക്കോ? ഇത്ര ഉറപ്പിൽ എനിക്ക് അവകാശപ്പെടാൻ വേറൊരാളെനിക്കില്ല. അതുകൊണ്ട് നിക്കോ നീ എന്റെ കൂടെ? ശരി, നിനക്ക് വേണ്ടി, നിന്റെ ശാലിനിക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നീടാ ശാലിനി വിഷ്ണു ഡോക്ടർ സതീഷിനെ കാണാൻ പോയത്. സ്കാനിങ്ങിന് ശേഷം ശാലിനെ അറിയാതെ വിഷ്ണു ഡോക്ടർ സതീഷിനെ കാണാൻ ചെന്നു. കാരണം വിഷ്ണുവിന് അറിയായിരുന്നു തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. വിഷ്ണു ഏതാണ്ട് ഈ ഭാഗത്താണ് വിഷ്ണുവിനെ നടികിട്ടിയിരിക്കുന്നത്. അന്നത് വലിയ കാര്യമായി വിഷ്ണു എടുത്തിരുന്നില്ല. ബട്ട് നമ്മളിപ്പോൾ അത് അത്യന്തം ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. എന്റെ സതീഷ് അല്ല, ഡോക്ടർ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ആ അടി നമുക്ക് പണിയായിട്ടുണ്ട് വിഷ്ണു. ചില്ലറ പണിയല്ല. ഒന്ന് മെരുക്കിയെടുക്കാൻ കുറച്ച് സമയം നീ എനിക്ക് തരേണ്ടി വരും. ഇതിപ്പോ ഇതിന് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ലേ? സർജറി ചെയ്ത് പരിഹരിക്കേണ്ടി വരും. ഒരു MRI കൂടി നമുക്ക് എടുത്തു നോക്കാം. ഗ്രോത്ത് എത്രത്തോളം ആയെന്ന് കൃത്യമായി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ പടകെട്ട് വിത്തി കയറുവോ? നീ എനിക്കൊരു മനസ്സോർന്നൊരു മറുപടി തരണം. ഒരു ഡോക്ടറുടെ ഭാഷയിൽ എന്നോട് പറയണ്ട. ആ ഭാഷയിൽ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്നിച്ച് കളിച്ചു വളർന്ന ബന്ധം വെച്ചിട്ട് നീ പറ, കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമാണ് വിഷ്ണു. തന്നോട് വേണമെങ്കിൽ എനിക്ക് എല്ലാം മറച്ചു വെച്ച് സംസാരിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട സമയം തന്നെ വൈകി. സർജറിക്ക് മുമ്പുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. അപ്പോ ഈ സർജറി എന്ന് പറയുമ്പോ മാറുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പൊന്നും ഒരു ഡോക്ടർക്കും തരാൻ കഴിയില്ല. പിന്നെ അറിയാലോ, തലയിലും ഹൃദയത്തിലുള്ള സർജറി 50-50 ചാൻസ് ആണെന്ന്. പ്രാർത്ഥിക്കുക, പിന്നെ മരുന്ന് കൃത്യമായി കഴിക്കുക. നിങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ കാര്യം കേൾക്കുമ്പോഴേ ആളുകൾക്ക് കാര്യം മനസ്സിലാവും.
ഏതാണ്ട് അടഞ്ഞ അധ്യായത്തിലെ താളുകളാണ് ചുമ്മാടുത്ത് മറയ്ക്കുന്നതെന്ന് അത് വിട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും എന്റെ വീട്ടുകാരോ ഷാലിനൊന്നും അറിയാൻ പാടില്ല. എടാ, എല്ലാവരെയും സങ്കടം കണ്ട് മരിക്കുന്നതിനായിട്ട് നല്ലത് എല്ലാവരെയും സന്തോഷം കണ്ട് മരിക്കുന്നതല്ലേ. വിഷ്ണു, നമ്മൾ ചികിത്സ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ, വിഷ്ണുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കേട്ട് മെഡിസിൻസ് എടുക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട എന്റെ ശാലിനി വരുമ്പോ എന്താ ഡോക്ടർ പറയാൻ പോണേ? എന്തു പറയണം? ശേഷം നിങ്ങളൊന്ന് പുറത്തേക്ക്. കാര്യം ഇപ്പൊ എന്ത് പറഞ്ഞാലും സ്കാനിങ് റിപ്പോർട്ടായിട്ട് ശാലിനി പോവുള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. അത് ഡോക്ടർ സതീഷായിട്ട് ചെയ്തു തരണ്ട, അതെന്റെ സുഹൃത്ത് സതീഷായിട്ട് ചെയ്തെന്നാ മതി. എന്ത് ചെയ്യണമെന്നായി പറഞ്ഞു വരുന്നത്? അതാദ്യം കേൾക്കട്ടെ. അതെങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ശാലിനിയുടെ കയ്യിൽ കിട്ടുന്ന സ്കാനിങ് റിപ്പോർട്ടിൽ എനിക്ക് യാതൊരു അസുഖം ഉണ്ടാവാൻ പാടില്ല. വിഷ്ണു, അത് പ്രയാസാവുന്ന എനിക്കറിയാടാ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യും. ഇല്ലെങ്കിൽ എനിക്ക് മുമ്പേ എന്നെ വിട്ട് അവളങ്ങ് പോടാ. ഇതവൾക്ക് എന്നെ പോലെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പ്ലീസ്, പറ്റില്ലെന്ന് മാത്രം നീ പറയില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നോട് മാത്രം ഇത്ര അധികാരത്തിൽ പറയാൻ പറ്റുള്ളൂ. എടാ, അത് പിന്നെ എനിക്കറിയാം. എന്താ പറയാ, നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സിന് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാനാവില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ, എന്റെ സുഹൃത്ത് സതീഷായിട്ട് ചെയ്തെന്നാ മതി. ചെയ്തില്ലാത്തൊരു ഉപകാരമില്ലടാ. നീ ഒന്ന് കണ്ണടച്ചുകളാ. ശരി, താൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷേ നമുക്ക് ഒട്ടും വൈകാതെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. അതിന് താൻ എന്നെ അനുസരിച്ചേ നോക്കൂ. ഉറപ്പ്, സമ്മതിച്ചു. ഞാൻ നിനക്കിനെ വിട്ടുതരാം. നീ എനിക്ക് 50-50 അല്ലേ ചാൻസ് പറഞ്ഞ? ഒരു തുലാസ് പോലെ അല്ലേ? നോക്കാം. വിഷ്ണുവിന് അറിയായിരുന്നു അവൻ മരിച്ചു പോകുന്നു. പക്ഷേ ആ വിവരം നിങ്ങൾ ആരെ അറിയിക്കാനും പറ്റില്ല. ശാലിനിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അവൻ അറിയായിരുന്നു. പക്ഷേ സങ്കടം തന്ന് വിഷമിപ്പിക്കാൻ അവൻ അറിയില്ലായിരുന്നു. മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹം വാരിക്കോരി തരുന്നവർക്കൊപ്പം ജീവിക്കുക. ഒപ്പം കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും കാണാതെ കരയാതെ കരയുമായിരുന്നവൻ. സങ്കടങ്ങളെല്ലാം സ്വയം ഉള്ളിൽ ഒതുക്കായിരുന്നു അവൻ.